ഞാൻ ഇത്രയും ഷോ ഓഫ് കാണിച്ചിരിക്കുന്ന സ്ഥലം കണ്ടാൽ എല്ലാവർക്കും തന്നെ മനസ്സിലാവും നമ്മൾ ട്രിവാൻഡ്രം ലുലുവിലാണ്. വെറുതെ ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് റീൽസ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ചിയാൻ വിക്രം സാർ അവിടെ വരുന്ന കാര്യം നമ്മൾ അറിയുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, കെട്ടേനെയും തൂക്കിയാൽ നേരെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. സാറ് വരാനായിട്ട് 1 മണിക്കൂറോളം ലേറ്റ്. ആ സമയത്ത് ഫിലിമിൻ്റെ ട്രെയിലറും പാട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നെങ്കിലും എൻ്റെ കഴുത്തും കണ്ടും ആകാംക്ഷയോടെ നോക്കി നിന്നത് ആ എൻട്രൻസിലോട്ടാണ്. എങ്ങാനും സാറ് വന്നാൽ ഫസ്റ്റ് തന്നെ കാണണ്ടേ. വിക്രം സാർ മാത്രമല്ല, അവരുടെ ഫിലിമിലുണ്ടായിരുന്ന നമ്മുടെ തുഷാര വിജയൻ, എസ് ജെ സൂര്യ, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം സുരാജേട്ടനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ വന്നപ്പോഴൊക്കെ ഓളോ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഒരേ മനസ്സോടെ ഏക മനസ്സോടെ കാത്തിരുന്നത് ആ ഐക്കോണിക് സ്റ്റാർ നമ്മുടെ സ്വന്തം ചിയാൻ വിക്രമിന് വേണ്ടി തന്നെയായിരുന്നു. സ്റ്റൈലായി ഈ മനുഷ്യനെ. സത്യം പറയട്ടെ, ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആവാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല, ജസ്റ്റ് കാണുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡായി. എനിക്കാണെങ്കിൽ ഗൂസ് ബംസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. താഴെ നിന്ന് മര്യാദയ്ക്ക് കാണാൻ പറ്റാനിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ പോയി. അവിടെ എപ്പോഴും അതിന് ശോക, പിന്നെ ഹസ്ബൻഡിന് കുറച്ച് പൊക്കമൊക്കെ ഉള്ളതുകൊണ്ട് അവൻ എത്തി തന്നെ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനത് കണ്ടത്. അവിടെ നിൽക്കുന്ന ഒരു ചേട്ടൻ്റെ കാലിനിടയിൽ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിലൂടെ ക്യാമറ ഇട്ടിട്ടാണ് എൻ്റെ ബാക്കി വിഷ്വൽസൊക്കെ എടുത്തതും നോക്കിയതും വിക്രം ചേട്ടനെ രസിച്ചതും. അപ്പോൾ എൻ്റെ ഒരു നിഗമനം വെച്ച് ഇനി വരുന്ന ഇവൻറ്റ്സിലൊക്കെ ഈ പൊക്കമില്ലാത്ത ഞങ്ങളെപ്പോലത്തെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് വല്ല സംവിധാനങ്ങളും ഒരുക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഹാപ്പി ആയിരുന്നേനെ, നിങ്ങൾക്ക് ഹാപ്പി ആയിരുന്നേനെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.